വിഷമിക്കാണ്ടിരിക്കും. അമ്മാവനിങ്ങ് വരുന്നേ. എവിടെ പോവാനാണല്ലാണ്ട് ഇത്ര നേരമായിട്ട് എവിടെ പോയി കിടക്കുക? വല്ല വണ്ടി കിട്ടാൻ എന്തെങ്കിലുമൊക്കെ വൈകണതായിരിക്കില്ലേ? അതൊന്നുമല്ല, എന്തോ പറ്റിയിട്ടുണ്ട് അമ്മാവന്. പിന്നെ ഹലോ, ആ എടാ, ഇല്ലെന്നേ, വന്നിട്ടില്ല ഇതുവരെ. എനിക്കറിയാൻ പാടില്ല. കേക്കണില്ല, ഒച്ചത്തി പറ. ആ ഇല്ല, ക്ലീറ്റോ പോയില്ലോ, സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുക്കാൻ. ആ ഇല്ല, ഇവിടുത്തെ ചേട്ടനുണ്ട്, വേറെ സ്റ്റേഷനിലോട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞേ. ആ അതിന് ക്ലീറ്റ് വിളിച്ചിട്ട് കിട്ടണ്ടേ? നീ ഒന്ന് വിളിച്ചു നോക്കുവോ? ആ ഒന്ന് വിളിച്ചു നോക്കൂ വേഗം. ഒരോട്ടോ. അയ്യോ, മെല്ലെ മെല്ലെ ഇറങ്ങ. വേളം വെക്കല്ല, ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. നീ ബഹളം വെക്കണ്ട, ഒന്നും അടി കിട്ടിയതാണ്. ഞാൻ വീട് മാറി കയറി. അതെ, കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? ഒന്ന് കാറ്റ് കൊടുക്ക്. നീ അമ്മ വെച്ച് സമാധാനം നിൽക്കട്ടെ, ബഹളം വെക്കണ്ട, ഒന്നുമില്ല. അമ്മാവിന്റെ ഫോണിൽ എന്താ പറ്റി? എന്തോരം വിളിച്ചമ്മാവാ ഞാൻ. ഞാൻ ഇങ്ങോട്ട് വരുന്ന തിരക്കില്ലേ ഫോണിൽ ചാർജ് ചെയ്യാൻ മറന്നിട്ട് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ നോക്കുമ്പോ ഓഫായി കിടക്കണം. ഇതിപ്പോ എന്താ പറ്റിയതെന്ന് പറയുന്ന? എടി, അമ്മാവൻ ഇവിടെ വരെ വന്നു. ഇവിടെ വന്നിട്ട് വീട് വഴി ചോദിച്ചപ്പോ ആരോ വഴി തെറ്റിച്ചു വിട്ടു. ഞാൻ ഓട്ടോക്കാലം ഇവിടെ വന്നിറങ്ങി. അപ്പൊ ഇവിടെ ഇതല്ലേ വീട്? അമ്മാവന് വിളിക്കായിരുന്നില്ലേ? അത് അപ്പൊ ഒരാള് പറഞ്ഞു, ക്ലീറ്റസ് പറഞ്ഞ ആള് ഇവിടെ അല്ല, അവർ രണ്ടാളും കുട്ടിയായിട്ട് കയറി പോണ ഒരു വീട് കണ്ടു. കുട്ടികള് ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടില്ലേ, അതിന്റെ അവിടെ ഒരു 3 വീടില്ലേ, അതിൽ നീല പെയിന്റ് അടിച്ചിട്ടുള്ള ഗേറ്റുള്ള വീടാന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നു. വിളിച്ചിട്ട് ആരും വിളിയേക്കണില്ല. അപ്പൊ ഞാൻ വാതിൽ നോക്കിയപ്പോ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ഞാൻ മെല്ലെ ഇങ്ങനെ തള്ളി നോക്കിയപ്പോ വാതിൽ ഇങ്ങനെ തുറന്നു. എന്നിട്ട് ആളില്ലാത്ത ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി പോലെ തള്ളി മര്യാദയാണോ? മര്യാദയാണോ? അല്ല, ഈ സൈസിലാണോ താമസിപ്പിക്കാൻ പോണത്? ആണോ? അല്ല മോനെ, അങ്ങനെ എന്റെ അമ്മാവനെ കുറ്റപ്പെടുത്തുന്നു. സ്റ്റേഷനിൽ ഞാനുണ്ടായിരുന്ന അത് അവൻ പറഞ്ഞപ്പോ പിന്നെ നമ്മുടെ വീടാണല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ കയറിയതാ. അപ്പൊ കുളിമുറിയിൽ ആരോ ഇങ്ങനെ കുളിക്കുന്നുണ്ട് കേട്ടോ. അത് ക്ലീറ്റസ് ആവുന്ന കരുതിട്ട് ഞാൻ ആ കട്ടിലിൽ ഇങ്ങനെ ഇരുന്നു. രാവിലെ തുടങ്ങിയ യാത്രയെല്ലാം ക്ഷീണം കൊണ്ട് മെല്ലെ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് ആ വീട്ടിലെ ആള് വന്നിട്ട് കഴുത്തിനെ കുത്തി പിടിച്ചപ്പോഴാണ് ഞാൻ നീറ്റത്. അപ്പോഴേക്ക് ശബ്ദം കേട്ടിട്ട് കുളിമുറിന്ന് ഒരു പെണ്ണിറങ്ങി വന്നു. അപ്പൊ ഇയാള് പറയാ പെണ്ണ് ഞാൻ തമ്മിൽ എന്തൊക്കെയാന്ന് പറഞ്ഞു ആകെ കൂക്കി വിളിച്ചു. നാട്ടുകാരൊക്കെ കൂടി എന്നെ തല്ലിയതൊക്കെ ഞാൻ ആലോചിക്കണം. എന്നാലും അമ്മാവനെ ഇവിടുന്ന് വഴിതെറ്റിച്ച് വിടാൻ ആരാ തയ്യാറായത്? ഇവിടെ വന്നു ഒരു 10-17 വയസ്സായ ഒരു പയ്യനാട്ടോ. മീശിൻ താടി ഒന്നുമില്ല, ഹിന്ദി സിനിമയിലത്തെ ചെക്കൻ, നല്ല ചന്തമുള്ള ഒരു ചെക്കൻ. ഈ ചെക്കൻ തന്നെ കേട്ടോ, ഈ ചെക്കനാണ് ഇന്ന് വഴി തെറ്റിച്ച് ആ വീട്ടിൽ കയറ്റിയിട്ട് തല്ലുകൊള്ളിച്ചത്. ഈ ചെക്കനാണ് ഇവരെന്റെ. എന്തിനാണ് നീ ചെയ്തേ? അമ്മ പറഞ്ഞത് ശരിയാണോ? പൊന്നുമോനെ, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് നിനക്ക് ഇങ്ങനെ കാണിക്കാൻ കൊള്ളാമോ ഈ പ്രായമായ മനുഷ്യനോട്? നിനക്കൊരു അപ്പൂപ്പനുള്ളതല്ലേ? നാത്തൂന് ഇത് കൊറേ കഷ്ടാണ് കേട്ടോ നാത്തൂനെ. എന്നോട് ഞാനൊന്നും ചെയ്തില്ല. നിന്നോട് വഴി ചോദിച്ചില്ലേ മാവൻ? ഈ അങ്കിൾ എന്നോട് ചോദിച്ചു തങ്കപ്പന്റെ വീട്. അയ്യോ, അല്ല സാറേ, അങ്ങനെയല്ല, ഞാൻ തങ്കത്തിന്റെ വീട് എവിടെ. അങ്ങനെ തങ്കപ്പൻ എന്ന് പറഞ്ഞ ആരെ അമ്മാവൻ അറിയില്ല. തങ്കം എന്റെ അമ്മാവൻ. അത് മാത്രല്ലടി, ഈ തങ്കത്തിന്റെ അമ്മാവനാണ് ഞാൻ. അഴകേശ്വരാന്ന് വരെ പറഞ്ഞിട്ടാണ് ഈ ദ്രോഹി. നീ എന്തിനാണ് അങ്ങനെ ചെയ്തേ? ആര് പറഞ്ഞിട്ടാണ്? ഡാഡി പറഞ്ഞിട്ടോ? ഞാൻ പറഞ്ഞേട്ടാ. ഡാഡി അല്ലേ പറഞ്ഞ പ്രായമുള്ള ആരും വന്നാലും വഴി തെറ്റിച്ചു വിടണമെന്ന്. അളിയോ, അപ്പൊ ഇത് അളിയ എനിക്കിട്ട് പണിഞ്ഞ പണിയല്ലേ? എന്നാലേ അളിയ ഒരു കാര്യം ഓർത്ത് വെച്ചോ, എന്റെ ഈ അമ്മാവനുണ്ടല്ലോ ഇനി 5-6 ദിവസം ഇവിടെ കാണും കേട്ടോ. ബാക്കി നമുക്ക് വഴിയെ കാണാം.
എടാ ഞാൻ എങ്ങനെയാടാ ഇയാളുടെ കൂടെ 5-6 ദിവസം ഇവിടെ താമസിക്കുക? അമ്മാവാ അമ്മാവൻ ധൈര്യമായിട്ട് എൻ്റെ കൂടെ വന്നില്ല. നമ്മളെ തിരുവനന്തപുരത്തെ കുറച്ച് കളി ഇവിടെ എടുക്കേണ്ടി വരും. Alien versus Alien.